ഹായ്, എല്ലാവർക്കും നമസ്കാരം. രാഹുൽ സാറാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്റേഴ്സിനെ നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ട് +1 +2 ആയിട്ട്. അതിൽ +1 ചാപ്റ്റേഴ്സ് ആയിരിക്കും നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് +1 ഒന്നാമത്തെ ചാപ്റ്ററായ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി ആണ്. അതിനകത്ത് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് ചോദിക്കാറുള്ളൂ, വളരെ കുറച്ച് ടോപ്പിക്സ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ നമ്മൾ സെക്ഷനായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതൊന്നുമില്ല, ആ ടോപ്പിക്സ് ജസ്റ്റ് ഒന്ന് പറയുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു, ആ ചാപ്റ്ററിനെ നമ്മൾ ലീവ് ചെയ്യുന്നു. അങ്ങനെയായിരിക്കും നമ്മൾ ഈ സെക്ഷൻ കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം പറയാനുള്ള ആ സെക്ഷനിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, മോൾ കൺസെപ്റ്റ്, പിന്നെ അത് കണക്കാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. ഈ 3 കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. പിന്നെ മറ്റേ കുറച്ച് ലോസ് ഉണ്ടല്ലോ, ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചാൽ മാത്രം മതി. അതിനകത്ത് അങ്ങനെ കാര്യമായിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല. പക്ഷെ നമുക്ക് മെയിനായിട്ടും വേണ്ടതെന്ന് പറയുന്നത് നമ്മളുടെ മോൾ കൺസെപ്റ്റും, പിന്നെ അത് കണക്കാണ് ലിമിറ്റിംഗ് റിയേജൻറ്റും, പിന്നെ അത് കണക്ക് തന്നെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സുമാണ്. അപ്പോൾ ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്നാണ്. രണ്ടാമത് ഞാൻ പറയാൻ പോകുന്നത് മോൾ കൺസെപ്റ്റ് വെച്ചിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാമെന്നും, മൂന്നാമത് ഞാൻ പറയാൻ പോകുന്നത് നമ്മളുടെ ലിമിറ്റിംഗ് റിയേജൻറ്റിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. അപ്പോൾ നമ്മളുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി ആണ്. സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് 3 ടോപ്പിക്കുണ്ട്. 3 ടോപ്പിക്ക് നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്യണം, എന്നിട്ടാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനെ ബേസ് ചെയ്ത് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം, ഏകദേശം 1-2 ക്വസ്റ്റ്യൻസ് മാത്രമേ ഇത്രയും ഇയർ ആയിട്ട് നമുക്ക് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനെ ബേസ് ചെയ്ത് ചോദിച്ചിട്ടുള്ളൂ. എന്നാൽ ചോദിക്കാൻ പാടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഉറപ്പിക്കാനും പറ്റില്ല. കാരണം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ചോദിക്കാം, ചോദിക്കാതിരിക്കാം, കയ്യാലപ്പുറത്തെ തേങ്ങ കണക്കാണ്, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. സോ നമുക്കതിനെ കളയാനും പറ്റില്ല, എന്നാൽ കംപ്ലീറ്റ് ആയിട്ട് എടുക്കാനും പറ്റില്ല. എന്നാലും നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്താണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യനും അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റും. രണ്ടാമതെന്നുള്ളത് മോൾ കൺസെപ്റ്റ് ആണ്. നമുക്ക് പണ്ടോട്ടേക്ക് പേടിയുള്ളൊരു സാധനമാണ് ഈ മോളും അതിൻ്റെ കൺസെപ്റ്റും, കുറച്ച് ബുദ്ധിമുട്ടാണ്, അയാളുണ്ട്. പിന്നെ മൂന്നാമെന്ന് പറഞ്ഞ ലിമിറ്റിംഗ് റിയേജൻ്റ് ആണ്. ഈ പുള്ളിക്കാരന് ഇച്ചിരി പ്രശ്നമാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. ഈ ലിമിറ്റിംഗ് റിയേജൻറ്റും മോൾ കൺസെപ്റ്റിൽ നിന്നായിരിക്കും അവർ മോസ്റ്റ് പ്രോബബിളി ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് മറ്റേ കയ്യാലപ്പുറത്തെ തേങ്ങ കിട്ടേക്കാം, വേണമെങ്കിൽ ചോദിക്കാം, വേണമെങ്കിൽ ചോദിക്കണം. അപ്പോൾ ഈ 3 ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ഈ 3 ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനും കൂടെ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി കംപ്ലീറ്റ് ആയി. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാല്യൂ നമ്മുടെ കയ്യിൽ തന്നാൽ അതിന് എത്രത്തോളം സിഗ്നിഫിക്കൻസ് ഉണ്ട് എന്ന് പറഞ്ഞു തരുന്ന നമ്പേഴ്സിനെ, എണ്ണത്തെ വിളിക്കുന്ന പേരാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഒരു വാല്യൂ നിങ്ങളുടെ കയ്യിൽ തരികയാണ്, ആ വാല്യൂവിൽ എന്താണ് ആ വാല്യൂവിൻ്റെ സിഗ്നിഫിക്കൻസ്, അതിനെപ്പറ്റി നമുക്ക് മനസ്സിലാക്കി തരാം. അല്ലെങ്കിൽ എത്ര സിഗ്നിഫിക്കൻസ് ഉള്ള ഫിഗേഴ്സ് ആണ് അതിനകത്തുള്ളത്, എത്രയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിഗേഴ്സ് അതിനകത്തുള്ളത്, അതിനെപ്പറ്റിയൊക്കെ ഒരു ഐഡിയ തരുന്നതാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് കുറച്ച് റൂളുണ്ട്. ആ റൂളിനെ ബേസ് ചെയ്ത്, ആ റൂൾ ഞാൻ പറയുന്നില്ല, ജസ്റ്റ് നമ്പേഴ്സ് മാത്രം എടുത്തിട്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യനിലൂടെ ഡയറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതിനകത്ത് റൂൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് എല്ലാ നോൺ സീറോ ഡിജിറ്റ്സും സിഗ്നിഫിക്കൻ്റ് ആണ്. നോൺ സീറോ ആയിട്ടുള്ള ഏത് ഡിജിറ്റ് വന്നാലും അത് സിഗ്നിഫിക്കൻ്റ് ആണ്. നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. സപ്പോസ് നമ്മൾ 123 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതിനകത്ത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? ഈ 3 വാല്യൂസും നോൺ സീറോ ആണ്. നോൺ സീറോ ആയിട്ടുള്ള എല്ലാവരും സിഗ്നിഫിക്കൻ്റ് ആണ്. സോ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എത്രത്തോളം വാല്യൂവിന് സിഗ്നിഫിക്കൻസ് കൊടുക്കുന്നു എന്നതിൻ്റെ മെഷറാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്, എല്ലാ നോൺ സീറോ ഡിജിറ്റ്സും സിഗ്നിഫിക്കൻ്റ് ആണ്. 123 എഴുതി കഴിഞ്ഞാൽ ഇതിനകത്ത് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. രണ്ടാമത്തെ പോയിന്റ്, അത് പോയിന്റ് ഞാൻ പറയുന്നില്ല, ഞാൻ അത് ചെയ്ത് കാണിക്കാം. നമ്മൾ 123 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതിനകത്ത് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗറുള്ളൂ. കാരണം ഈ 2 സീറോസും നമുക്ക് സിഗ്നിഫിക്കൻ്റ് അല്ല. ആ 12300 12300 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ ഉള്ളൂ. കാരണം നോൺ സീറോ ഡിജിറ്റ്സ് മാത്രമാണ് സിഗ്നിഫിക്കൻറ്റ്. സീറോസ് എന്ന് പറയുന്നത് എന്തല്ല? സിഗ്നിഫിക്കൻ്റ് അല്ല. എന്നാൽ ഇവിടെ ഒരു ഡോട്ടും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ, ഡോട്ടിന് മുന്നേ സീറോ, ആ സീറോയ്ക്ക് മുന്നേ ഒരു നോൺ സീറോ ഡിജിറ്റ്സ് ഉണ്ടെങ്കിൽ എല്ലാവരും സിഗ്നിഫിക്കൻ്റ് ആവും. സോ ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എത്ര ആവും? 5 ആവും.
അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ പോയിന്റ് 123.00 എന്ന് എഴുതി കഴിഞ്ഞാൽ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ ഉള്ളൂ. പക്ഷേ 2 പൂജ്യം സൈസ് ഒരു ഡോട്ടും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സായി? 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സായി. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം. നമ്മൾ 200 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരേ ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ ഉള്ളൂ. ആര് മാത്രം? 2 മാത്രം. എന്നാൽ 200 ഡോട്ട് എന്ന് എഴുതി കഴിഞ്ഞാൽ ഇപ്പോൾ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സായി? 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സായി. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എന്നാൽ നമ്മൾ ഇങ്ങനെ എഴുതിയാൽ 00 എന്നതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗറും ഇല്ല. 00 ഡോട്ട് എന്ന് എഴുതിയാലോ അപ്പോഴും സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഇല്ല. കാരണം എന്താ? ഡോട്ടിന് മുന്നേ 0യ്ക്ക് മുമ്പേ ഏതെങ്കിലും ഒരു നമ്പറും കൂടെ വരണം, എങ്കിൽ ഈ 2 സീറോസും സിഗ്നിഫിക്കൻ്റ് ആവും. അങ്ങനെ നമ്പർ വന്നിട്ടില്ല, സിഗ്നിഫിക്കൻ്റ് അല്ല. ഇപ്പോൾ 2 പോയിന്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത്. ഒന്നാമത്തെ പോയിന്റ് എല്ലാ നോൺ സീറോ ഡിജിറ്റ്സും സിഗ്നിഫിക്കൻ്റ് ആണ്. രണ്ടാമത്തെ പോയിന്റ് ഡോട്ടിന് പ്രിസീഡിംഗ് ആയിട്ട്, ഡെസിമൽ പോയിന്റ് പ്രിസീഡിംഗ് ആയിട്ട് വരുന്ന സീറോസ്, അതിന് മുന്നേ ഒരു നോൺ സീറോ ഡിജിറ്റ്സ് ഉണ്ടെങ്കിൽ ആ സീറോസ് സിഗ്നിഫിക്കൻ്റ് ആണ്. പിന്നെ 2 നോൺ സീറോ ഡിജിറ്റ്സിന് ഇടയ്ക്കാണ് സീറോസ് വരുന്നതെങ്കിൽ അവരും സിഗ്നിഫിക്കൻ്റ് ആണ്. 2 നോൺ സീറോ ഡിജിറ്റ്സിന് ഇടയ്ക്കാണ് സീറോസ് വരുന്നതെങ്കിൽ അവരും സിഗ്നിഫിക്കൻ്റ് ആണ്. നമുക്ക് ഈ നോൺ സീറോ ഡിജിറ്റ്സിന് ഇടയ്ക്കാണ് സീറോസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ 2 സീറോസും സിഗ്നിഫിക്കൻ്റ് ആണ്. സോ 1, 2, 3, 4 4 സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ്. ഇങ്ങനെ എഴുതിയാലോ 200.002 ഇങ്ങനെ എഴുതിയാലോ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? താണ്ട ഇത് 1, ഇത് 2. ഈ 2 നോൺ സീറോ ഡിജിറ്റ്സിനിടയ്ക്കൽ ഇത്രയും സീറോസ് വന്നേക്കുന്ന. അപ്പോൾ ഇവരെല്ലാവരും എന്ത് സിഗ്നിഫിക്കൻ്റാണ്. സോ 1, 2, 3, 4, 5, 6 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് എല്ലാ നോൺ സീറോ ഡിജിറ്റ്സും സിഗ്നിഫിക്കൻ്റ് ആണ്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് നമ്മൾ നമ്പർ കഴിഞ്ഞിട്ട് 0 എഴുതി കഴിഞ്ഞാൽ ആ 0 സിഗ്നിഫിക്കൻ്റ് അല്ല. പക്ഷേ ആ 0 കഴിഞ്ഞിട്ട് ഡോട്ടോ ഡെസിമൽ പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ സീറോസ് രണ്ടും സിഗ്നിഫിക്കൻ്റ് ആവും. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് നോൺ സീറോ ഡിജിറ്റ്സിന് ഇടയ്ക്ക് കിടക്കുന്ന സീറോസ് എല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. നാലാമത്തെ പോയിന്റ് പറയുന്നത് ഞാൻ എന്താ 0.002 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇവിടെ ഒരേ ഒരു സിഗ്നിഫിക്കൻ്റ് ഫിഗറേ ഉള്ളൂ. ദാ ഈ 2 മാത്രം. ഈ പോയിന്റ് മുന്നേ ഉള്ള സീറോ സിഗ്നിഫിക്കൻ്റ് ആണോ? അല്ല. സിഗ്നിഫിക്കൻ്റ് ആകണമെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു നോൺ സീറോ ഡിജിറ്റ്സ് ഉണ്ടായിരിക്കണമായിരുന്നു. പോയിന്റ് കഴിഞ്ഞിട്ട് 0 വന്നാൽ അത് സിഗ്നിഫിക്കൻ്റ് അല്ല. പോയിന്റ് കഴിഞ്ഞിട്ട് 0 വന്നാൽ അത് സിഗ്നിഫിക്കൻ്റ് അല്ല. എന്നാൽ പോയിന്റ് കഴിഞ്ഞ് ഈ 0 സിഗ്നിഫിക്കൻ്റ് അല്ല. കാരണം എന്താ? പോയിന്റ് മുന്നേ 0 വന്നാൽ സിഗ്നിഫിക്കൻ്റ് അല്ല. ആകണമെങ്കിൽ ഇവിടെ ഒരു നോൺ സീറോ ഡിജിറ്റ് വേണം. നോൺ സീറോ ഡിജിറ്റ് ഇല്ല. പോയിന്റ് ശേഷം വരുന്ന 0 സിഗ്നിഫിക്കൻ്റ് അല്ല. ഈ 2 പറഞ്ഞ് സിഗ്നിഫിക്കൻ്റ് ആണ്. ഇനി പോയിന്റിന് ശേഷം നമ്പറിന് ശേഷമാണ് 0 വരുന്നതെങ്കിൽ അവരെല്ലാവരും സിഗ്നിഫിക്കൻ്റ് ആണ്. പോയിന്റിന് ശേഷം നമ്പറിന് ശേഷമാണ് 0 വരുന്നതെങ്കിൽ അവരെല്ലാവരും സിഗ്നിഫിക്കൻ്റ് ആണ്. സോ ഇവിടെ 3 സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും റൂൾസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 4 റൂൾസേ പഠിക്കാനുള്ളൂ. ഈ 4 റൂൾസിൽ നിന്നുമാണ് നമ്മൾ എല്ലാ സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണവും കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ 4 റൂൾ, ഒന്നാമത്തത് നോൺ സീറോ ഡിജിറ്റ്സ് എല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. രണ്ടാമത്തത് നമ്മൾ പോയിന്റിന് മുന്നേ സീറോസ് വന്നാൽ അത് സിഗ്നിഫിക്കൻ്റ് ആകും എപ്പോൾ? ആ 0യ്ക്ക് മുന്നേ ഒരു നോൺ സീറോ ഡിജിറ്റ് ഉണ്ടെങ്കിൽ. പിന്നെ 2 നോൺ സീറോ ഡിജിറ്റിനിടയ്ക്കുന്ന സീറോസ് എല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. പിന്നെ പോയിന്റിന് മുന്നേ 0 വന്നുള്ളത് സിഗ്നിഫിക്കൻ്റ് അല്ല. പോയിന്റിന് ശേഷം 0 വന്നാലും സിഗ്നിഫിക്കൻ്റ് അല്ല. പക്ഷെ പോയിന്റിന് ശേഷം 0 വന്നാൽ സിഗ്നിഫിക്കൻ്റ് ആകും എപ്പോൾ? ആ പോയിന്റിന് ശേഷം നമ്പറിന് ശേഷമാണ് 0 വരുന്നതെങ്കിൽ അവരെല്ലാവരും സിഗ്നിഫിക്കൻ്റ് ആവും. അപ്പം നമ്മൾ 0.200000 ഇതിപ്പോൾ എല്ലാവരും സിഗ്നിഫിക്കൻ്റാണ്. ഇത് സിഗ്നിഫിക്കൻ്റ് അല്ല. ഇയാൾ സിഗ്നിഫിക്കൻ്റാ. 2, 3, 4, 5, 6 സിഗ്നിഫിക്കൻ്റ് ഫിഗർ ആണ്. കാരണം പോയിന്റ് കഴിഞ്ഞ് നമ്പർ കഴിഞ്ഞ് സീറോസ് എല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. എന്നാൽ ഇങ്ങനെ എഴുതിയാലോ 0.20020000 ഇവിടെ എത്ര സിഗ്നിഫിക്കൻ്റ് ഫിഗർ ഉണ്ട്? ഇത് സിഗ്നിഫിക്കൻ്റ് അല്ല. കാരണം പോയിന്റിന് മുന്നേ 0 വന്നാൽ സിഗ്നിഫിക്കൻ്റ് അല്ല. ആകണമെങ്കിൽ അതിന് മുന്നേ നമ്പർ വേണം. ഇത് സിഗ്നിഫിക്കൻ്റ് അല്ല. പോയിന്റിന് ശേഷം വരുന്ന 0 സിഗ്നിഫിക്കൻ്റ് അല്ല. ഇതും സിഗ്നിഫിക്കൻ്റ് അല്ല. പോയിന്റിന് ശേഷം നമ്പറിന് ശേഷമാണ് സീറോസ് വരുന്നതെങ്കിൽ അവരെല്ലാവരും സിഗ്നിഫിക്കൻ്റ് ആണ്. കഴിഞ്ഞു. സോ ഇങ്ങനെയാണ് നമ്മൾ സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സിനെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 2-3 എക്സാമ്പിൾസ് ഞാൻ എഴുതിയിടാം. അതിനകത്തുള്ള സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സിനെ നമുക്ക് കണ്ടുപിടിക്കാം. എന്നിട്ട് നമുക്ക് ഈ ടോപ്പിക്ക് വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്ത് മോൾ കൺസെപ്റ്റിലോട്ട് പോകാം. അതിനുശേഷം ലിമിറ്റിംഗ് റിയേജൻറ്റിലോട്ട് പോകും. എന്നിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട 3-4 ക്വസ്റ്റ്യൻസും കൂടെ വർക്കൗട്ട് ചെയ്യാം. ചാപ്റ്റർ കളയാം. അടുത്ത ചാപ്റ്ററിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് വാല്യൂസ് എഴുതാം. അതിനെല്ലാം സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് നിങ്ങൾ കണ്ടുപിടിക്കാം. ഓക്കെ,
ഒരു 5-6 വാല്യൂസ് ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. എല്ലാവരുടെയും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഫസ്റ്റ് ഓഫ് ഓൾ ഒന്ന് കണ്ടുപിടിക്കുക. നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരുന്നുണ്ടെന്ന്. ഞാൻ ആദ്യം നമ്പേഴ്സ് മാത്രം ഒന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾ വീഡിയോ കാണുമ്പോഴത്തേക്ക് ഇത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ എല്ലാ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം ജസ്റ്റ് നോട്ട് ചെയ്തിട്ട് അതിന് ശേഷമേ ആൻസർ കാണാവൂ. ഓക്കെ, സോ ഇവിടെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. അതായത് ഈ 2 സിഗ്നിഫിക്കൻ്റ് ആണ്. ഈ പോയിന്റിന് മുന്നേ സീറോസ് വന്നാൽ സിഗ്നിഫിക്കൻ്റ് ആണ്. എപ്പോൾ ആ സീറോയ്ക്ക് മുന്നേ ഒരു നോൺ സീറോ ഡിജിറ്റ്സ് ഉണ്ടെങ്കിൽ. സോ ഇത് രണ്ടും സിഗ്നിഫിക്കൻ്റ് ആണ്. പോയിന്റിന് ശേഷം വരുന്ന സീറോസ് സിഗ്നിഫിക്കൻ്റ് അല്ല. സോ 3 സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ഉണ്ട്. ഇവിടെ നമ്മൾ കമ്പയർ ചെയ്താൽ ഇവിടെ എല്ലാവരും സിഗ്നിഫിക്കൻ്റ് ആണ്. 1, 2, 7, 3 ഇവർ 4 സിഗ്നിഫിക്കൻ്റ് ആകാൻ കാരണം നോൺ സീറോ ഡിജിറ്റ്സ് ആണ്. ഈ 1 സിഗ്നിഫിക്കൻ്റ് ആകാൻ കാരണം ഈ ആളും നോൺ സീറോ ഡിജിറ്റ്സ് ആണ്. പിന്നെ ഈ 2 പൂജ്യവും സിഗ്നിഫിക്കൻ്റ് ആകാൻ കാരണം ഇവിടെ രണ്ടുപേരും കിടക്കുന്നത് നോൺ സീറോ ഡിജിറ്റ്സിനിടയ്ക്കാണ്. അതുകൊണ്ട് ഇവിടെ രണ്ടുപേരും സിഗ്നിഫിക്കൻ്റ് ആണ്. ഈ 0 സിഗ്നിഫിക്കൻ്റ് ആകാൻ കാരണം പോയിന്റ് കഴിഞ്ഞിട്ട് നമ്പർ കഴിഞ്ഞിട്ടാണ് 0 വന്നിരിക്കുന്നത്. സോ ഇയാളും സിഗ്നിഫിക്കൻ്റ് ആണ്. സോ 1, 2, 3, 4, 5, 6, 7, 8 സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ഉണ്ട്. സോ കമ്പയറിങ് ദിസ് വൺ, ഇത് സിഗ്നിഫിക്കൻ്റ്, ഇത് സിഗ്നിഫിക്കൻ്റ്. കാരണം ഇവിടെ എല്ലാം നോൺ സീറോ ഡിജിറ്റ്സ് ആണ്. പിന്നെ ഈ 3 പൂജ്യവും സിഗ്നിഫിക്കൻ്റ് ആണ്. എന്തുകൊണ്ടാണ്? ഇവിടെ 7നും 1നും 2 നോൺ സീറോ ഡിജിറ്റ്സിനിടയ്ക്കാണ് കിടക്കുന്നത്. സോ 1, 2, 3, 4, 5, 6, 7, 8 എഗെയിൻ 8. സോ ഇവിടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ 0 സിഗ്നിഫിക്കൻ്റ് ആണ്. കാരണം പോയിന്റ് മുന്നേ 0 സിഗ്നിഫിക്കൻ്റ് ആകും എപ്പോൾ അതിന് മുന്നേ ഒരു നോൺ സീറോ ഡിജിറ്റ് ഉണ്ടെങ്കിൽ. ഇല്ല, ഈ 0 സിഗ്നിഫിക്കൻ്റ്. പോയിന്റിന് ശേഷം വരുന്ന സീറോസ് സിഗ്നിഫിക്കൻ്റ് അല്ല. ഈ 1 സിഗ്നിഫിക്കൻ്റ് ആണ്. പോയിന്റിന് ശേഷം നമ്പറിന് ശേഷം 0 വന്നാൽ അവർ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. സോ ടോട്ടൽ സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് 3. കമ്പയറിങ് ദിസ് വൺ, ഇത് സിഗ്നിഫിക്കൻ്റ് ആണ്. ഇത് രണ്ടും സിഗ്നിഫിക്കൻ്റ് ആണ്. കാരണം 2 നോൺ സീറോ ഡിജിറ്റ്സിനിടയ്ക്കാണ്. ഇത് രണ്ടും സിഗ്നിഫിക്കൻ്റ് ആണ്. കാരണം പോയിന്റ് കഴിഞ്ഞിട്ട് നമ്പർ കഴിഞ്ഞിട്ടാണ് സീറോസ്. 1, 2, 3, 4, 5, 6. സോ കമ്പയറിങ് ദിസ്, ഇവിടെ ഒരു സിഗ്നിഫിക്കൻ്റ് ഫിഗറേ ഉള്ളൂ, ഇത് മാത്രം. ഇത് രണ്ടും സിഗ്നിഫിക്കൻ്റ് അല്ല. ആകണമെങ്കിൽ ഇവിടെ പോയിന്റ് ഉണ്ടായിരിക്കണം. പോയിന്റ് ഇല്ല. സോ ഇവിടെ നോക്കുക, ഇത് സിഗ്നിഫിക്കൻ്റ് അല്ല. ഇതാണ് 1, 2, 3, 4, 5, 6. റീസൺസ് എന്താ നിങ്ങൾക്കറിയാം. ദെൻ കമ്പയറിങ് ദിസ് വൺ, ഇത് സിഗ്നിഫിക്കൻ്റ്, ഇതെല്ലാം സിഗ്നിഫിക്കൻസ് ആണ്. 1, 2, 3, 4, 5, 6, 7 അഗെയിൻ 7. സോ ഇതാണ് സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ്. ഇത്രയും മാത്രം പഠിച്ചു വെച്ചാൽ മതി. സോ നമ്മുടെ ഒന്നാമത്തെ ടോപ്പിക്കായ സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ഈസ് ക്യാൻസൽഡ്.